പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരുപക്ഷെ നമ്മുടെ സാംസ്കാരിക ചരിത്രത്തിൽ വളരെ അപൂർവമായി മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന, മലയാളികൾ മറക്കാൻ പാടില്ലാത്ത, ഭാഷയ്ക്കും സാഹിത്യത്തിനും സാംസ്കാരിക രംഗത്തും നിരവധി സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്മൾ കേരള പാണിനി എന്ന വിശേഷ നാമധേയം കൊടുത്തുകൊണ്ട് ആദരപൂർവ്വം വിളിക്കുന്ന ശ്രീ AR രാജരാജവർമ്മ. വ്യാകരണ ശാസ്ത്രവുമായിട്ടാണ് ബന്ധപ്പെട്ടാണ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പേര് നാം ഓർക്കുന്നത് എങ്കിലും സാഹിത്യത്തിനും ഭാഷയ്ക്കും നിരവധിയായ സംഭാവനകൾ ചെയ്ത വിസ്മരിക്കാൻ കഴിയാത്തൊരു വ്യക്തിത്വമാണ് AR എന്നുള്ളതാണ് വസ്തുത. എന്നാൽ എന്തുകൊണ്ടോ എന്നറിയില്ല, നമ്മുടെ സാംസ്കാരിക ലോകം മാത്രമല്ല, അധ്യാപക വിദ്യാർത്ഥി ലോകം പോലും ഈ കാലഘട്ടത്തിൽ ചർച്ചയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരാളായി, വിസ്മൃതിയിലേക്ക് മാറ്റി നിർത്തപ്പെട്ട ഒരാളായി മാറി എന്നുള്ളത് അതീവ സങ്കടകരമാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ തൃശ്ശൂർ ലിറ്റററി ഫോറവും സാഹിതിയും അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവരെക്കുറിച്ച്, അവരുടെ സംഭാവനകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ധാരാളം പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ്. അതുകൊണ്ട് തന്നെ ARനെ പോലെയുള്ള ഒരാളെ, അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ വിസ്മരിച്ചുകൊണ്ട് പോകുവാൻ നമ്മൾക്ക് കഴിയുകയില്ല. അതുകൂടി കണക്കിലെടുത്താണ് വസന്ത മാഷിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇത്തവണത്തെ സ്മൃതി പരിപാടി ARനെ കുറിച്ചാവാം എന്ന് കരുതിയത്. മാത്രവുമല്ല, ഇന്നത്തെ സ്മൃതി പരിപാടിയുടെ ഒരു പ്രത്യേകത സ്മൃതി പ്രഭാഷണ പരമ്പരയുടെ 60ാമത് അധ്യായമാണ്. അതൊരു ചെറിയ കാര്യമല്ല. 60 പേരെക്കുറിച്ചുള്ള സ്മൃതി പ്രഭാഷണങ്ങളാണ് ഇതുവരെയും സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. 60ാമത്തെ ആളാണ് AR എന്നുള്ളത്. ഇതിൽ ബഹുഭൂരിപക്ഷവും ഇത്തരത്തിൽ വിസ്മരിക്കപ്പെട്ടവരാണ്, നാം ചർച്ച ചെയ്യപ്പെടേണ്ടവരാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതുകൂടാതെ സാഹിത്യത്തിൽ നടക്കുന്ന പരിപാടികൾ ഏതാണ്ട് 200 അധ്യായങ്ങളിലേക്ക് അടുക്കുന്ന മാസവും കൂടിയാണ് ഈ ജൂൺ മാസം എന്നുള്ളതാണ്. ജൂൺ മാസം 28-ാം തീയതി നടക്കുന്ന വസന്ത മാഷിൻ്റെ നവതി ആഘോഷങ്ങളുടെ തുടർച്ചയായിട്ടുള്ള നവതി 3-ാം അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന കാലം സാക്ഷി എന്ന് പറഞ്ഞ പരിപാടിയാണ് നമ്മുടെ സാഹിത്യത്തിൽ നടക്കുന്ന 200ാമത്തെ പരിപാടിയായിട്ട് വരുന്നത്. ഇതൊക്കെ ഓരോരോ ചരിത്രപരമായിട്ടുള്ള ഘട്ടങ്ങൾ നമ്മൾ കടന്നു പിന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് സന്ദർഭോചിതമായി ഞാൻ പറഞ്ഞെന്ന് മാത്രം. അങ്ങനെ സംഘടിപ്പിക്കുന്ന ഈ AR സ്മൃതിയിലേക്ക് എത്തിയിട്ടുള്ള നിങ്ങൾ, സാധാരണ നമ്മളൊരു കഥയോ കവിതയോ അവരെക്കുറിച്ച് പറയുന്ന പോലെ അല്ല ARനെ കുറിച്ച് അറിയേണ്ടതും കേൾക്കേണ്ടതും കുറച്ചും കൂടി ഗൗരവപൂർണമായ ഒന്നാണ്. അത് കേൾക്കാൻ തന്നെ നമ്മുടെ ആൾക്കാർ തടിച്ചു കൂടുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല, വളരെ സന്തോഷവും അഭിമാനവും തരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് കേൾക്കാൻ എത്തിയിട്ടുള്ള നിങ്ങളെ ഏവരെയും ഈ പരിപാടിയിലേക്ക് സംഘർഷം സ്വാഗതം ചെയ്യുക. മാത്രമല്ല, ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് ഇന്ന് ശ്രീ P. വിനോദാണ്. അദ്ദേഹം നമ്മുടെ ട്രഷറർ കൂടിയാണ്, മികച്ച പ്രഭാഷകനാണ്. ഇന്നത്തെ AR സ്മൃതിയുടെ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ P. വിനോദിനെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള, വിശേഷണങ്ങൾ തീരെ ആവശ്യമില്ലാത്ത നമ്മുടെ രക്ഷാധികാരിയായിട്ടുള്ള ഡോക്ടർ SK വസന്ത മാഷാണ്. മാഷിനെ ഇന്നത്തെ AR സ്മൃതിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്ന് നമുക്ക് 3 പേരാണ് ARനെ കുറിച്ച് നമ്മോട് സംവദിക്കുന്നത്. 3 പേരും മികച്ച വാഗ്മികളാണെന്ന് മാത്രമല്ല, അധ്യാപകരും കൂടിയാണ്. അവര് 3 പേരും ഇന്ന് എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് സ്വാഗതം ആശംസിക്കാനുള്ള ഡോക്ടർ സുധീർ മാഷാണ്. VC സുധീർ മാഷ്. സുധീർ മാഷ് അധ്യാപകനാണ്. കാലിയ സർവകലാശാലയിൽ ക്രൈസ്റ്റ് കോളേജിലും അധ്യാപക ജോലിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. സാഹിത്യ രംഗത്തും സാംസ്കാരിക രംഗത്തും വൈജ്ഞാനിക രംഗത്തൊക്കെ നിരവധി സംഭാവനകൾ, വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള സുധീർ മാഷിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. മറ്റൊരാൾ ഡോക്ടർ VC സുപ്രിയയാണ്. സുപ്രിയ നമുക്ക് വളരെ സുപരിചിതമാണ്. ഇതിനു മുമ്പും നമ്മുടെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. കേരളവർമ്മ കോളേജ് നമ്മളുമായിട്ട് സഹകരിക്കുന്ന പരിപാടികൾ, വിവിധ പരിപാടികൾക്ക് പലപ്പോഴും നേതൃത്വം കൊടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുവാൻ സുപ്രിയയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നും സുപ്രിയ നമ്മുടെ സഹയാത്രിക കൂടിയാണ് എന്നുള്ളതാണ്. സുപ്രിയ ടീച്ചറെ AR സ്മൃതിയിലേക്ക് സ്വാഗതം ചെയ്യുക. മൂന്നാമത്തെ ആൾ KK യതീന്ദ്രൻ മാഷാണ്. യതീന്ദ്രൻ മാഷ് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 4 മണിയോട് കൂടിയാണ് ഇവിടെ എത്തിച്ചേരുകയുള്ളൂ.
മാഷും ഈ അവസരത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ പരിപാടി ഇത്തരത്തിൽ സംഘടിപ്പിക്കുവാനായിട്ട് അതിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ്, മാധവിക്കുട്ടി, ശ്രീ ജി സുബ്രഹ്മണ്യൻ, ശ്രീമതി അപർണ ബാലകൃഷ്ണൻ 4 പേരെയും സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും AR സ്മൃതിയിലേക്ക് സഹർഷം സ്വാഗതം. നന്ദി, നമസ്കാരം.